അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ ജെയ്സി മേരി തോമസ് ആണ്. ദുബൈയിൽ ജനിച്ചു വളർന്ന് അവിടെ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്ന പ്രിയ സിസ്റ്ററിന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ദൈവനാമത്തിലൂടെ മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിയാൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ജെയ്സി സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ നല്ല പ്ലാറ്റ്ഫോമിന് തന്നതായി ഞാൻ ദൈവത്തെ ആയിരം സ്തോത്രം കരയേറ്റുന്നു ഈ സമയത്ത്. ഓൾസോ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് പാസ്റ്റർ ഡാനിയൽ ജോൺ ആൻഡ് അരോമ ടി വിക്ക് ഞാൻ എൻ്റെ നന്ദി കരയേറ്റുന്നു ഈ സമയത്ത്. ആൻഡ് ഫോർ അരോമ വ്യൂവേഴ്സിന്, എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ നന്ദി, സ്നേഹം, വന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എന്നെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ഞാൻ പറയാം. എന്നിട്ട് എൻ്റെ സാക്ഷ്യത്തിലോട്ട് ഞാൻ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ വളർന്നതൊക്കെ ദുബായിലായിരുന്നു. എൻ്റെ സ്കൂളിംഗ് ഒക്കെ ഞാൻ ദുബായിലാണ് ചെയ്തത്. എൻ്റെ പേരൻസ് രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലായിരുന്നു. ഞാനൊരു മർത്തോമ കുടുംബത്തിൽ നിന്നാണ് വന്നത്. ട്രഡീഷണലി ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. പിന്നെ ആ ഒരു പെന്തക്കോസ് അനുഭവത്തിലോട്ട് ദൈവം എന്നെ നയിച്ചത്. എൻ്റെ കൊച്ചുനാളിലൊക്കെ ആത്മീയ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല തീക്ഷ്ണതയുണ്ടായിരുന്നു. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി ഒന്നും, ഒരു ബെന്തിക്കോസ് ആരാധനയ്ക്ക് എനിക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അന്ന് ഇല്ലായിരുന്നു. കൂടുതൽ മർത്തോമ സഭയിലും അതിൻ്റെ റിലേറ്റഡ് ഉള്ള ഫാസ്റ്റിംഗ് പ്രയറും പ്രയർ മീറ്റിംഗ്സിൽ ആ ഒരു കാലഘട്ടത്തിൽ അതേ ഉള്ളായിരുന്നു. നമ്മളുടെ വളരുന്ന സമയത്തുള്ള അനുഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പപ്പയും മമ്മി വളരെ റിലീജിയസ് ആയിട്ട് നമ്മളെ സൺഡേ സ്കൂളും VBS ഒക്കെ വളരെ റിലീജിയസ് ആയിട്ട് നമ്മളെ വിട്ടോണ്ട്, അതൊക്കെ ആയിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ. കർത്താവുമായിട്ട് ആ കൂടുതൽ അറിയാനുള്ള ആ ഒരു തീഷ്ണതയൊക്കെ ആ കുഞ്ഞു നാളിലുള്ള ആ അനുഭവങ്ങളാണ് പപ്പയും മമ്മി അതിൽ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അങ്ങനത്തെ അനുഭവത്തിൽ കൂടെ തന്നെ വരാന് ദൈവം ഇടയാക്കിയത്. പിന്നെ എനിക്ക് ഇളയ ഒരു അനീത്തിയുണ്ട്. അനീത്തിയും ഫാമിലി UK സെറ്റിൽഡ് ആണ്. എനിക്ക് ഇളയ ഒരു ബ്രദറും ഫാമിലിയും ഉണ്ട്. അവര് ബോംബെ സെറ്റിൽഡാ. എൻ്റെ പേരൻസ് എല്ലാം ബോംബെ സെറ്റിൽഡ് ആണ്. ഞാൻ പിന്നെ കല്യാണം കഴിച്ചെല്ലാം ബാംഗ്ലൂരിലായിരുന്നു. പിന്നെ ദൈവകൃപയാൽ എനിക്ക് ഗൾഫിൽ വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയോണ്ട് പിന്നെ മസ്കറ്റ്, ബഹ്റൈൻ, ഇപ്പം 6 വർഷമായിട്ട് ഞാൻ ഇവിടെ ബഹ്റൈനിലുള്ള പ്രദേശത്തിലാണ്. ദൈവം അത്ഭുതമായിട്ട് നടത്തുന്നു. പിന്നെ എൻ്റെ കുഞ്ഞുനാളിലുള്ള അനുഭവങ്ങൾ എനിക്ക് പറയാനുള്ളത്, 9-ാം വയസ്സിൽ ഒരു നമ്മളുടെ ലേറ്റ് ബ്രദർ DGS ദിനകരന്റെ ഒരു മീറ്റിംഗിൽ വെച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ എൻകൗണ്ടർ, സ്പിരിച്വൽ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്. അപ്പൊ ആ സമയത്ത് സമൂവൽ ബാലന്റെ കർത്താവ് വിളിച്ച പോലെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. എന്തോ സംഭവിക്കുന്ന എനിക്ക് അറിയത്തില്ല, പക്ഷെ അതിശക്തമായിട്ട് ദൈവത്തിന്റെ ആ കൃപയും ദൈവ തേജസ്സും ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ഒരു അനുഭവമായിരുന്നു അന്നത്തെ ദിവസം. അന്ന് എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഒരു 9-ാം വയസ്സിലായിരുന്നു. ഒരു ഓൾട്ടർ കോൾ മീറ്റിംഗിൽ വെച്ച് ബ്രദർ ദ ലേറ്റ് DGS ദിനകരൻ പറഞ്ഞു, whoever wants to experience Christ and salvation, please stand up. ആ സമയത്ത് വളരെ ഇന്നസെന്റ് ആയിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. ആൻഡ് ആ ഒരു പ്രാർത്ഥന അനുഭവത്തില് ഭയങ്കര അതിശക്തമായിട്ട് ദൈവ തേജസ് ഒരു ട്രാൻസ്ഫോമിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് മേ ബി ഇറ്റ്സ് വെരി അൺയൂഷ്വൽ. അപ്പൊ ഇടയ്ക്ക് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്നു നോക്കിയോ പപ്പയും മമ്മിയും ഒന്നും കുഴപ്പമില്ലാതെ നിൽക്കുന്നു, അടുത്തുള്ള അങ്കിളും ആന്റിയും എല്ലാം കുഴപ്പമില്ലാതെ നിൽക്കുന്നു. എനിക്ക് മാത്രം ഭയങ്കര അതിശക്തമായിട്ട് ഒരു അനുഭവമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നു ദൈവസന്നിധിയിൽ, പിന്നെയും പ്രാർത്ഥിച്ചു. പിന്നെ എഴുന്നേറ്റ് വരുമ്പോ പിന്നെ ഈ അനുഭവം. അത് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ പോയി ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷെ എനിക്ക് ആത്മീയ കാര്യങ്ങൾ പറയാൻ എനിക്ക് ലൈക്ക് പപ്പയുടെ വീട്ടുകാരായിക്കോട്ടെ മമ്മിയുടെ വീട്ടുകാർ, അവരെല്ലാം ട്രഡീഷണൽ
മറ്റ് സഭകൾ വന്നുകൊണ്ട് എനിക്ക് ഈ ആത്മീയ കാര്യങ്ങൾ പറയാൻ എനിക്ക് അന്നേരം ആരും ഇല്ലായിരുന്നു. അപ്പൊ എന്റെ ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു, ദൈവമേ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ എനിക്ക് ഈ എക്സ്പീരിയൻസ്, ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ദിസ് അഗൈൻ. അപ്പൊ അതായിരുന്നു എന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് പപ്പയും മമ്മിയും JV പീറ്ററിന്റെ ഗോസ്പൽ മീറ്റിംഗ്സും അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മളെ കൊണ്ടുപോയായിരുന്നു. അപ്പൊ അവിടെ വെച്ചായിരുന്നു പിന്നെ അഭിഷേകം പ്രാപിച്ചതും ഒക്കെ. അപ്പൊ ആ ഒരു സമയത്ത് മാത്രം എനിക്ക് ഒരു ബെന്തിക്കോസ് അനുഭവത്തിൽ അവിടെ വരുമ്പോ എനിക്ക് ഭയങ്കര ഒരു സമാധാനവും ഒരു ദിവ്യ സ്നേഹവും ഒരു ഭയങ്കര ഒരു ദൈവത്തിന്റെ ആ അതിശക്തമായിട്ട് ദൈവപ്രവൃത്തി, ദൈവസ്നേഹവും ദൈവവചനവും അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തപ്പോ എൻ്റെ ഉള്ളിലെ എൻ്റെ ദൈവാത്മാവ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പാതയിലോട്ട് പോകാൻ. അപ്പം കുഞ്ഞു നാളിന് മുതൽ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി കാലങ്ങൾ എടുത്തു അതിലോട്ട് ദൈവം എന്നെ നയിക്കാന്. പിന്നെ കുടുംബമായിട്ട് പറയാനുള്ളത്, പല ചാലഞ്ചസ് കൂടെ നമ്മൾ പോയി. പപ്പയുടെ ജോലി പോയ സമയത്ത് വളരെ കൊച്ചു പ്രായത്തിൽ പിന്നെ വർക്ക് ചെയ്യേണ്ടി വന്നു. ആ സമയത്തായിരുന്നു ടേണിംഗ് പോയിന്റ്സ്. ബാംഗ്ലൂരിൽ ഞാൻ 2005 വന്നപ്പോഴാണ് ഈ പെന്തിക്കോസ് അനുഭവത്തിൽ ദൈവം എന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. അന്നേരം പാസ്റ്റർ പോൾ തങ്കായുടെ പള്ളി വെച്ചായിരുന്നു എൻ്റെ പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് തുടങ്ങി. അന്ന് ദൈവവചനം കേൾക്കാനും കൂടുതൽ ഗ്രഹിക്കാനും ദൈവമായിട്ട് ആ ബന്ധം ഇങ്ങനെ നിലനിൽക്കാനും കൂടുതലായിട്ട് ദൈവത്തെ അന്വേഷിച്ച് അത്ര വർഷത്തെ ആ 25 ഇയേഴ്സ് മേളിലുള്ള ആ ഒരു യാത്ര കൂടെ ദൈവം എന്നെ ഈ പാസ്റ്റർ പോൾ തങ്കയുടെ പള്ളി വെച്ചായിരുന്നു ആ ഒരു അനുഭവം സ്റ്റാർട്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബത്തേൽ AG, ഈ രണ്ട് ചേർച്ചസിലാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രേ മീറ്റിംഗ്സും ചേർച്ച് മീറ്റിംഗ്സിലും ഒക്കെ കൂട്ടായ്മ ഒക്കെ കൂടാൻ തുടങ്ങിയ. അവിടെ ഒക്കെ വന്നപ്പോഴത്തേക്ക് ആ ദൈവീയ അനുഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോ പണ്ടത്തെ ആ ട്രാൻസ്ഫോമിങ് എക്സ്പീരിയൻസ് അത് ഒരു റിമൈൻഡർ ആയിട്ട് എനിക്ക് വന്ന്. അപ്പൊ അന്നത്തെ ഒരു അനുഭവത്തിന് ശേഷം 2008 ഞാൻ DHL ഗ്ലോബൽ ലോജിസ്റ്റിക്സ് കമ്പനി വർക്ക് ചെയ്ത സമയത്ത് അന്നായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം ഒരു പ്രൊഫഷണൽ മേഖലയിൽ ദൈവം എങ്ങനെ വൻ കാര്യങ്ങൾ ചെയ്തത്. 2008 ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സീനിയർ ഡയറക്ടർ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആദ്യം എന്നെ നോമിനേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡയറക്ടർ പറഞ്ഞു, സോറി വി കനോട്ട് ഗിവ് യു ദിസ് പ്രോജക്റ്റ് ആൻഡ് ഓൾ. അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു, ഇമെയിലൊക്കെ അയച്ചു. അന്ന് ഞാന് വളരെ ബോൾഡായിട്ട്, ബിക്കോസ് ഞാൻ വിശ്വാസത്തിൽ വന്ന ആ സമയമായിരുന്നു, ആ ഒരു ഫയർ ഉണ്ടായിരുന്നു. അപ്പൊ വളരെ ബോൾഡായിട്ട് ഞാനും തിരിച്ച് ആ വളരെ സീനിയർ ഡയറക്ടറിന് ഞാൻ തിരിച്ച് മെയിലായി എഴുതി, ഞാൻ ഇന്ന പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ബട്ട് ഇഫ് യു സ്റ്റിൽ ഫീൽ ദാറ്റ് യു വോണ്ട് ടു ഗിവ് ഇറ്റ് ടു സംബഡി എൽസ്, ഇറ്റ്സ് ഓക്കെ വിത്ത് മീ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പാരഗ്രാഫ് ഞാൻ എൻ്റെ ദൈവത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് വളരെ ബോൾഡായിട്ട് അന്നേരം ഞാൻ എഴുതി. എന്നെ എത്രത്തോളം കൊണ്ടുവന്ന ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് എൻ്റെ എന്ത് വന്നാലും ഞാൻ ഈ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ടെസ്റ്റ് മണി ഞാൻ വളരെ ബോൾഡായിട്ട് അന്ന് ഞാൻ ഈ ഡയറക്ടറിന് ഞാൻ മെയിൽ അയച്ചു. അപ്പം ഒരു 17 ഇയേഴ്സ് ബാക്കിന്റെ കഥയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇന്നത്തെ പോലെ ടെക്നോളജിയും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ല. അപ്പൊ അന്ന് എൻ്റെ കയ്യിൽ ഒരു നോക്കിയയുടെ ഒരു പഴയ ഫോണേ ഉള്ളായിരുന്നു. അപ്പൊ ഈ സീനിയർ ഡയറക്ടർ ഈ മെയിൽ കണ്ടു കഴിഞ്ഞ അന്ന് രാത്രി പുള്ളി ഉറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് ഒത്തിരി ക്ഷമ ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഡോണ്ട് വറി, ഐ വിൽ ഗിവ് യു ദ പ്രോജക്റ്റ് ആൻഡ് ഓൾ. ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ മനസ്സിൽ ചിന്തിച്ചു, ചിലപ്പം അത്ര വലിയ സീനിയർ ഡയറക്ടറിന് ഞാൻ മെയിൽ അയച്ചുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ജോലി കാണുമോ ഇല്ല തന്നെ എനിക്ക് അറിയത്തില്ല. ബിക്കോസ് അവര് പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന കാര്യങ്ങളാ ചെയ്തത്, എന്നിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം കൂടെ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയും കൂടെ ആണ്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരാഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം മുമ്പോട്ട് പോയപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ ബാംഗ്ലൂർ ഓഫീസിൽ ഒരു എൻവലപ്പ് വന്നു. ഒരു നോട്ടിഫിക്കേഷൻ, ഒരു അലേർട്ട് ഒന്നും ഇല്ലാതെ ഒരു എൻവലപ്പ് എനിക്ക് വന്നു. പിന്നെ ആ DHLന്റെ എൻവലപ്പ്, ആ ലെറ്റർ കിട്ടിയതിന് ശേഷം എനിക്ക് അതിശയം വന്നു. ബിക്കോസ് ഇതേ ഡയറക്ടർ എൻ്റെ പേര് DHL ഗ്ലോബൽ ഏഷ്യ പസഫിക് അവാർഡ്സിന് നോമിനേറ്റ് ചെയ്തു.
അന്ന് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ബിക്കോസ് ആ ഒരു സാക്ഷ്യം ഞാൻ ഒരാഴ്ച മുമ്പേ ആ ഇമെയിൽ അയച്ചപ്പം ഞാൻ ഓർത്തു ഒരുപക്ഷെ എൻ്റെ ജോലി പോവുമായിരിക്കും. ബിക്കോസ് പുള്ളി ഒരു ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരുപക്ഷെ പുള്ളി അത് വളരെ സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. തക്ക സമയത്ത് ദൈവപ്രവൃത്തി നടന്നു. നോമിനേഷൻ കിട്ടി, അവാർഡും കിട്ടി. പിന്നെ ആ പ്രോജക്റ്റിന് സീനിയർ ലീഡായിട്ടും സെലക്ഷനുമായി. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നു. പലതും ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അനുഭവങ്ങൾ മാത്രം ഞാൻ ഈ സമയത്ത് പറയുന്നു. പിന്നെ രണ്ടാമത്തെ കമ്പനി ജോയിൻ ചെയ്തപ്പോൾ അതും ഒരു ഗ്ലോബൽ ലോജിസ്റ്റിക്സ് കമ്പനി ആയിരുന്നു. അവിടുത്തെ ഒരു സീനിയർ ഡയറക്ടറുടെ സിസ്റ്റർ ക്യാൻസർ ഫോർത്ത് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് നമ്മളുടെ പള്ളി, ഞാൻ പോകുന്ന പള്ളിയിൽ ചർച്ച് ഓഫ് ഗോഡ് കോറമംഗല ബാംഗ്ലൂരിൽ വെച്ച് ചിക്കു ബ്രദർ വരാൻ ഇടയായ. ആ സമയത്ത് ചിക്കു ബ്രദറിന്റെ സാക്ഷിയൊക്കെ കേട്ട് ഞാൻ പിറ്റേ ദിവസം ഈ ഡയറക്ടറിന്റെ അടുത്ത് ആ സാക്ഷ്യത്തിന്റെ കുറിച്ചൊക്കെ പോയി പറഞ്ഞു. പിന്നെ ദൈവം ചെയ്ത് ആ വിടുതലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഡയറക്ടർ, അതും ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഡയറക്ടർ, ആ ഡയറക്ടർ ആണെങ്കിൽ അവരുടെ ഹിന്ദു വിശ്വാസത്തിൽ തന്നെ ഉള്ള വ്യക്തികളുടെ അടുത്ത് പോലും പുള്ളി ഈ പറഞ്ഞ പോലെ വളരെ സെലക്റ്റീവ് ആയിട്ടായിരിക്കും പ്രാർത്ഥനയ്ക്ക് തന്നെ, അവരുടെ ഈ ആചാരങ്ങളും പ്രാർത്ഥനയ്ക്ക് തന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ മൊത്തത്തിൽ ഒരു വേറെ ഒരു ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ആ ഡയറക്ടറിന്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ എല്ലാം പുള്ളി ശാന്തമായിട്ട് കേട്ടിട്ട് ലാസ്റ്റിൽ പറഞ്ഞു, ക്യാൻ യു ഗിവ് മീ ചിക്കു ബ്രദേഴ്സ് നമ്പർ, ഐ വോണ്ട് ഹിം ടു പ്രേ ഫോർ മൈ സിസ്റ്റർ. ഹല്ലേലൂയ. അങ്ങനെ പിന്നെ ഞാൻ അവിടുത്തെ പാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്തു, ചിക്കു ബ്രദറിന്റെ നമ്പറൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ അറിയുന്ന സാക്ഷ്യം, ആ സമയത്ത് ഡോക്ടർ ആ ഡയറക്ടറിന്റെ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ് സ്റ്റേജ്. ഒരു ഹോപ്സ് ഇല്ലാത്ത ഒരു സമയമായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ ഈ പോയി ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ, യുനോ, ദൈവം എന്നെ പ്രേരിപ്പിച്ച് ആ ഡയറക്ടറിന്റെ അടുത്ത് ഈ സാക്ഷ്യം പറയാനും ആ സമയം കൊണ്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ആ സിസ്റ്ററിനെ കുറച്ചുകൂടെ ദൈവം ആയുസ്സും ആരോഗ്യം തന്നു. അപ്പം എൻ്റെ ഡയറക്ടർ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ടെസ്റ്റിമിനി, യുനോ, ഐ എം ഗ്ലാഡ് അറ്റ് ദാറ്റ് ടൈം യു കെയിം, യുനോ. അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ, യുനോ, ഒരു പക്ഷെ ആ നിമിഷം തന്നെ പോയേനെ, യുനോ, ഒരു ഹോപ്സ് ഇല്ലാത്ത സമയത്തായിരുന്നു യു കെയിം ആൻഡ് ഷെയർ ദ ടെസ്റ്റിമിനി ആൻഡ് ദാറ്റ് ഗേവ് ദാറ്റ് ഡെലിവറൻസ്. അപ്പൊ അത് വലിയൊരു സാക്ഷിയായിട്ട് മാറി. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള കൊലീഗ്സും മറ്റ് മാനേജേഴ്സിന്റെ ഇടയ്ക്കൊക്കെ ഒരു ഇതായി, യുനോ, ഈ ഡയറക്ടർ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ ഒരു വിശ്വാസത്തിൽ തന്നെ ഇതെല്ലാം സമ്മതിച്ചു. ബിക്കോസ് സാധാരണ ഗതിയിൽ പുള്ളി ഒരു ഹിന്ദു മതത്തിൽ തന്നെ പുള്ളി ഭയങ്കര റിലീജിയസ് ആണ്, സ്റ്റോൺസ് ബിലീവ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ദൈവം പ്രവർത്തിച്ചല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല ആ സമയത്ത്. പിന്നെ മൂന്നാമത്തെ അനുഭവം എൻ്റെ ലൈഫിൽ, അതായിരുന്നു എൻ്റെ സ്പിരിച്വൽ കോളിങ്ങും ടേണിംഗ് പോയിന്റ്സും വന്നത്. ഞാൻ താമസിച്ച ആ സമയത്ത് ഇന്ദിരാനഗറിന്റെ അടുത്തായിട്ട് ജീവൻ ഭീമ പറഞ്ഞ് LIC കോളനിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഒരു നെയ്ബർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു മെത്തഡിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. പുള്ളിക്കാരി അന്നേരം ലൈഫിൽ പല പല പ്രയാസങ്ങൾ കൂടെ നടുവിൽ പോയ സമയത്ത് പുള്ളിക്കാരി ഒരു ദിവസം ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ. അങ്ങനെ വചനം ആ സിസ്റ്ററിന്റെ അടുത്ത് ഷെയർ ചെയ്യാനും ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനും നമ്മൾ രണ്ടുപേരും പള്ളി പോകാനും പ്രാർത്ഥനയിൽ ഓർക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈത്താങ്ങലായിട്ട് ഇങ്ങനെ പോയ സമയത്ത് പുള്ളിക്കാരിയുടെ 2 മക്കളുണ്ടായിരുന്നു. അന്നേരം മൂത്തത് ഒരു മോളാ, രണ്ടാമത്തെ ഒരു മോനായി. ഈ മോനാണെങ്കിൽ ഭയങ്കര ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറി. അപ്പൊ ഇതൊരു 12, 13 വർഷത്തെ മുമ്പത്തെ ഉള്ള അനുഭവം അങ്ങ്. ഈ മോനാണെങ്കിൽ നിംഹാൻസ് ഹോസ്പിറ്റൽ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവിടുത്തെ വളരെ സീനിയർ ഗാങ്സുമായിട്ട് ഈ മോന് ഫുൾ ടൈം ഡ്രഗ്സിലായിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു സമയത്ത് ഒരു ദിവസം ഒരു എമർജൻസി ആയിട്ട് ഈ സിസ്റ്റർ എന്നെ പെട്ടെന്ന് വിളിക്കുന്നു, പ്ലീസ് കം ടു മൈ ഹൗസ് നൗ. അപ്പം ഈ പുള്ളിക്കാരി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല അവിടെ എന്തോ നടക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഓക്കെ എന്തെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ ഓർത്ത് ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ നെയ്ബർ ആയോണ്ട് പോയി സമയത്ത് അറിയുന്നതും ഈ മോന് ഡ്രഗ്സിന്റെ അടിമയായോണ്ട് ഈ മോന് കത്തി എടുത്തുകൊണ്ട് അമ്മേനെ ആ നിമിഷം തീർക്കാനുള്ള ആ ഒരു സംസാരമായിരുന്നു അവിടെ നടന്നത്. ലൈക്ക്
എവറിത്തിങ് വാസ് ഗെറ്റിംഗ് ഓവർ. അപ്പൊ ഈ അമ്മയും മോനും അടുക്കള ഭാഗത്തായിരുന്നു, ഞാൻ അവിടുത്തെ ലിവിംഗ് റൂമിൽ ഇരിക്കുമായിരുന്നു. ഞാൻ അന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ഈ കുടുംബത്തില് ദൈവത്തിന്റെ ഡെലിവറൻസും ഈ കുടുംബത്തില് ദൈവസമാധാനം വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പം അവിടുത്തെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. അവിടെ ഉള്ള ആ ദുരാത്മാവിൽ ആ അന്തരീക്ഷം മാറാൻ തുടങ്ങി. എന്നിട്ട് ഈ മോന്, ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള മോന് വളരെ ശാന്തമായിട്ട് ആ ഒരു അനുഭവത്തിൽ കൂടെ ദൈവം നയിക്കാൻ തുടങ്ങി. അന്നാണ് ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിൽ പോയപ്പോൾ ഞാൻ ചിന്തിച്ചത്, കർത്താവ് എന്നെ കുറിച്ച് ഒരു യുണീക്ക് കോളിംഗ് ആണല്ലോ, ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടെ കർത്താവ് എന്നെ നടത്തിയത്. കുഞ്ഞുനാളിൽ ആ ട്രാൻസ്ഫോമർ എഫക്റ്റ് വന്നപ്പം ആ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ നയിച്ചപ്പോ അന്ന് ഞാൻ ചിന്തിച്ചില്ല, ഇങ്ങനത്തെ ഒരു അനുഭവം, ഇങ്ങനത്തെ ജീവിതങ്ങളായിരിക്കും എൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് വരാൻ കാര്യം എൻ്റെ ലൈഫിലും ഞാൻ ഒത്തിരി പ്രയാസത്തിൽ കൂടെ പോയിട്ടുണ്ട്. എൻ്റെ ലൈഫിന്റെ ഘട്ടങ്ങളും വേദനയുള്ള അനുഭവത്തിൽ കൂടെ ഒക്കെ പോയോണ്ട് ഇന്ന് പല വേദനിക്കുന്ന ആത്മാവില് ദൈവം ഇങ്ങനെ നയിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യുണീക്ക് ശുശ്രൂഷ എന്നെ നയിക്കുന്നത്. അതും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ജോലിയുടെ കേസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു സാമ്പത്തിക വിഷയമായിരിക്കും, ചിലപ്പോൾ ഒരു പേഴ്സണൽ റിലേറ്റഡ് ഒരു ഫാമിലി വിഷയമായിരിക്കും. അവിടെ ഒക്കെ ദൈവാലോചനയിൽ അവരെ നയിക്കാനും അവരെ കർത്താവിനോട്ട് കൊണ്ടുവരാനും സുവിശേഷം പറയാനും അവരെ എൻകറേജ് ചെയ്ത് ആ ഒരു ഘട്ടത്തിലോട്ട് ദൈവം ഇത്രനാളും അത്ഭുതമായിട്ട് നടത്തുന്നു. അതിൽ വേറെ ഒരു ടേണിംഗ് പോയിന്റ് എൻ്റെ ലൈഫിൽ വന്നത്, ഞാൻ 2014 മസ്കറ്റിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വർക്ക് ചെയ്യാനും. ആ സമയത്ത് എനിക്ക് 3 ദൂത് ദൈവാത്മാവ് എൻ്റെ പാസ്റ്റർ വഴി, എൻ്റെ സ്പിരിച്വൽ മെന്റർ വഴി 3 ദൂത് ദൈവാലോചന എനിക്ക് കിട്ടി. അന്ന് കേട്ടപ്പം ഞാൻ അന്നേരം ചിന്തിച്ചു, ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നടന്നാലും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ആദ്യത്തെ 2 ദൂത് ഇതായിരുന്നു, ദൈവം മോളെ ആ രാജ്യത്തിൽ ആക്കുന്ന, അല്ലെങ്കിൽ വരുന്ന നാളുകളില് God is going to use you among rulers and kings and princesses. അങ്ങനത്തെ രാജകൊട്ടാരത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇടയ്ക്ക് ദൈവപ്രവൃത്തി നടക്കും, ദൈവാലോചന മോളെ കൊണ്ടായിരിക്കും ദൈവം സംസാരിക്കാൻ പോകുന്നത് ഒക്കെ. ഇങ്ങനെ ഒരു ദൂത്. രണ്ടാമത്തെ ദൂത് പറഞ്ഞത്, അറ്റ് ദ സെയിം ടൈം മോളുടെ അടുത്ത് പല ആത്മാക്കൾ ദൈവം കൊണ്ടുവരും, പല വിഷമമുള്ള ഘട്ടങ്ങളിൽ അവർക്കൊരു ആശ്വാസവും അവരെ ആത്മീയമായിട്ട് ഗൈഡ് ചെയ്യാനും പല മേഖലയിൽ കൂടി ഈ 2 കാര്യം സംഭവിക്കാൻ പോകുന്നു. അന്നേരം ആ സമയത്ത് എൻ്റെ മസ്കറ്റിൽ ജോലിയിൽ ഞാൻ കയറിയപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു സ്പെഷ്യൽ മീറ്റിംഗിലാണ് മസ്കറ്റിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നത്. പക്ഷെ ആ സമയത്ത് ദൈവാത്മാവിൽ എൻ്റെ പാസ്റ്റർ വഴി ആ ദൂത് കേൾപ്പിച്ചത് മറ്റൊരു ട്രാക്കിൽ കൂടെ ഞാൻ കണ്ടത്. ഞാൻ ഓർത്ത്, ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയമല്ലായിരുന്നു ഇത്, വേറൊരു രീതിയിലാണല്ലോ ദൈവാത്മാവ് സംസാരിക്കുന്നത്. പക്ഷെ തിരിച്ച് ഞാൻ മസ്കറ്റിൽ വന്നപ്പം ആ പൊസിഷനിൽ ഇരുന്ന 3 വ്യക്തികളും 2 മാസത്തിനുള്ളിൽ റിസൈൻ ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. ആ സമയത്ത് എനിക്ക് ആ പോസ്റ്റ് കിട്ടിയപ്പം ഞാൻ ആ 3 മാസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട്, ഈ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് ഈ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ഞാൻ ശലോമോന്റെ കാര്യം ഓർത്തു, ദ വിസ്ഡം ദാറ്റ് ഗോഡ് ഗേവ് ഹിം. അപ്പൊ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 0.005% മതി, വേറെ ഒന്നും വേണ്ട, അത്ര ഒരു പെർസെൻറ്റേജ് മതി, പക്ഷെ ഈ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. പ്രാർത്ഥന നിർത്തി ആ 2 വർഷം ആ കോൺട്രാക്ട് തീരുന്ന വരെ, ആ 10 വർഷമായി അവർ ആ ബ്രാഞ്ച് മസ്കറ്റിൽ തുടങ്ങിയിട്ട്. ആ മസ്കറ്റിൽ ആ 10 വർഷം ഏറ്റവും കൂടുതൽ ബിസിനസ് സക്സസ്സും ഏറ്റവും കൂടുതൽ പ്രോജക്ട്സ് കിട്ടിയ ആ 2 വർഷമായി. ദൈവം അത്ഭുതമായിട്ട് അവിടെ വഴി നടത്തി, ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ ഇതിന്റെ നടുവിൽ ഞാൻ അന്നേരം ഈ ആത്മീയ കാര്യത്തിലൊക്കെ എനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. വർക്ക് പറഞ്ഞ്
ഒത്തിരി സമയങ്ങൾ അതിൽ ചെലവാക്കി ഈ ആത്മീയ കാര്യത്തിലോട്ട് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നീടുള്ള കാലം ഒരു 2017 ആയപ്പോൾ എനിക്ക് സിവിയർ ഡെങ്കു വന്നു. ഡെങ്കു വന്നതിന് ശേഷമായിരുന്നു ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വരാൻ തുടങ്ങി ലൈഫിൽ. പിന്നെ ദൈവം ഉദ്ദേശിച്ച ആ കോളിങ്ങിലോട്ട് ദൈവകൃപയാൽ ദൈവം നടത്തുന്ന വിധങ്ങള് ആ സമയത്തായിരുന്നു മസ്കറ്റില് ഞാൻ പോകുന്ന ആ സമയത്ത് അതിന്റെ ഇടയ്ക്കുള്ള ഒരു ദൂതും കൂടെ ഞാൻ കേട്ടു. ഒരു സിസ്റ്ററിൽ നിന്ന് ഞാൻ കേട്ടു, ഗോഡ് ഇസ് ഗോയിങ് ടു യൂസ് യു ലൈക്ക് എ ബോപ്പിൻ ഇൻസൈഡ് ദ സൂയിങ് മെഷീൻ. ആ ബോബിന് ആർക്കും കാണാൻ പറ്റത്തില്ല, പക്ഷെ അത് ആ സൂയിങ് മെഷീന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇന്റഗ്രൽ പാർട്ടായിട്ടായിരിക്കും അത് ഇരിക്കുന്നത്. അതിൽ ആ സ്റ്റിച്ച് വരുന്ന വരെ ആർക്കും അതിന്റെ യുനോ ഇന്റഗ്രൽ പാർട്ട്, അതല്ലെങ്കിൽ ആ ഒരു ഡിവൈസിന്റെ ആ ഒരു മഹത്വം ആർക്കും അന്നേരം മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ ഗോഡ് ഇസ് ഗോയിങ് ടു യൂസ് യു ലൈക്ക് ദാറ്റ് ആൻഡ് ഹി വിൽ ഹൈഡ് യു ഇൻ ദ ഗ്ലോറി ഓഫ് ഹിം. ആൻഡ് ആ ഒരു ദൈവപ്രവൃത്തി യു വിൽ ബി ഏബിൾ ടു സീ. ഗോഡ് ഇസ് ഗോയിങ് ടു യൂസ് യു ആസ് എ ടൂൾ ലൈക്ക് ദാറ്റ്. ആ ദൈവാലോചന ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഡെങ്കു ഒക്കെ ആയി. ഡെങ്കു എല്ലാം കഴിഞ്ഞ് ദൈവ സൗഖ്യമൊക്കെ ആക്കി കഴിഞ്ഞിട്ട് 2019 എനിക്ക് ബഹ്റിനിൽ വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. ആ സമയത്തായിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കോളിംഗ് മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഒരു 360 ആംഗിളിൽ ഒരു ഡീവിയേഷൻ വന്നത്. അന്ന് വരെ ഞാൻ ചിന്തിച്ചു, ഓക്കെ ഞാൻ പള്ളി പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊയറിലുണ്ട്, സൺഡേ സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുന്ന പോലെ. പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു കോളിംഗ് എനിക്ക് ദൈവാത്മാവ് തന്നത് ഈ രാജ്യത്തെ വന്നതിന് ശേഷമാണ്. ദൈവം യുനോ വേറെ ഒരു രീതിയിൽ വാട്ട് വാസ് ദ റീസൺ ഐ കോൾഡ് യു, ആ ഒരു ക്ലാരിറ്റി കൂടുതൽ തരാനും അങ്ങനത്തെ ഒരു ശുശ്രൂഷയോട്ട് കർത്താവ് എന്നെ നയിക്കുന്നതായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആൻഡ് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു പല ട്രാൻസ്ഫോർമേഷൻസ് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദാറ്റ് നമ്മളുടെ ആ മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. സീക്ക് ഹി ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഷാൽ ബി ആഡഡ് അൺടു യു. അപ്പം പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാണുന്ന പലയിടത്തും നമ്മൾ പ്രസംഗവും കേൾക്കുന്നതും എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് പ്രൊമോഷൻ, മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്. ഒക്കെ വീട് കിട്ടും, അല്ലെങ്കിൽ വിസ കിട്ടും, അല്ലെങ്കിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ വേറെ രാജ്യത്തിൽ പോകും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ വ്യക്തികൾ മാത്രമാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവർക്ക് ആ നന്മകളൊക്കെ കിട്ടുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ കുറെ വേദന കൂടെ ഒക്കെ പോകുമ്പം ആൾക്കാർ എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്ര പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി, അല്ലെങ്കിൽ ഓക്കെ പ്രാർത്ഥന കുറഞ്ഞുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഈ പ്രോസസ്സിൽ കൂടെ ഒക്കെ പോകുമ്പം ബൈബിളിൽ നിന്ന് നമ്മൾ പല വ്യക്തികളുടെ ജീവിതം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അവർ ഒത്തിരി ത്യാഗം അനുഭവിച്ചു. ഇറ്റ് ഇസ് എ സാക്രിഫിഷ്യൽ ലൈഫ്. ഡെയിലി നമ്മളെ തന്നെ ക്രൂസിഫൈ ചെയ്യുന്ന ഒരു ലൈഫ്. നമ്മളുടെ സകല ഇഷ്ടങ്ങളും ദൈവസന്നിധി മാറ്റി വെക്കണം. നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും, തക്ക സമയത്ത് ദൈവപ്രവൃത്തി നടക്കും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിധങ്ങൾ തന്നെ ആ ഒരു പ്രോസസ്സ്, ആ സാന്റിഫിക്കേഷൻ പ്രോസസ്സിൽ കൂടെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഓക്കെ ചിലപ്പോൾ എൻ്റെ കഴിവും മിടുക്കും കൊണ്ടാണ്, പക്ഷെ അതൊന്നും അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള നമ്മളുടെ ആത്മാവ്, നമ്മളുടെ മൈൻഡ്, നമ്മൾ എന്തോ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പോകും, ദൈവം ആഗ്രഹിക്കുന്ന വിധങ്ങൾ നമ്മൾ എന്തുമാത്രം നമുക്ക് ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്ന. പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസ് പറയോ, ഇത് പറ്റത്തില്ല, അത് പറ്റത്തില്ല, കാര്യങ്ങളൊക്കെ. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവം ആരാണ്, ദൈവത്തിന്റെ ആ ക്യാരക്ടർ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ബഹറിൽ വന്നതിന് ശേഷം ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ, ഒരു ഡീപ്പ് ക്യാരക്ടർ ഇന്ന് ആ ദൈവം എന്നെ ആ ഒരു ചേഞ്ചസ് ഇന്ന് എനിക്ക് അനുഭവപ്പെടാൻ നോക്കിയത്. അന്നേരം ആ സമയത്ത് വർഷങ്ങൾ മുമ്പേ നമ്മളുടെ ചില റിലേറ്റീവ്സ് ആയിട്ട് നമുക്ക് ആ സമയത്ത് ഫാമിലി പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കാരണം ചിലവരായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്ര ഗുഡ് ടേംസിലല്ലായിരുന്നു. ഇപ്പൊ ചിലവർ പറഞ്ഞ വാക്കുകളൊക്കെ എന്നെ വർഷങ്ങളായിട്ടും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വിധങ്ങളും അവസ്ഥകളും ഉണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ദൈവം ആ ക്ഷമേനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
pray for those who persecute you and bless them. അത് നമുക്ക് നമ്മളെ ഏറ്റവും ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, അവരെ ബ്ലെസ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ച വിധങ്ങൾ അതായിരുന്നു. പിന്നെ വന്ന് ഡീപ്പ് റീകൺസിലിയേഷൻ, ആ ഒരു ഫൊർഗിവ്നെസ് പ്രോസസ്സിൽ കൂടെ. അതിലെ ഒരു അനുഭവം എനിക്ക് പറയാനുള്ളത്, ഞാൻ 1999 കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഒരു സമയത്ത്, ആ സമയത്ത് എൻ്റെ ഒരു ആന്റി ഉണ്ടായിരുന്നു. ആ ആന്റി ആണെങ്കിൽ ഞാൻ വിശ്വാസി ജസ്റ്റ് വന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് നമ്മൾ ഈ ആന്റിയുമായിട്ട് വലിയ ഗുഡ് ടേംസിലൊന്നും അല്ലായിരുന്നു. അങ്ങനെ കുറെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങൾ, ആ ആന്റിയായിട്ട് അങ്ങനെ വലിയ ഗുഡ് ടേംസിലല്ല. അപ്പൊ ആന്റിയുടെ അടുത്ത്, ആ ആന്റി പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നോക്കിക്കോ, നിന്റെ ലൈഫ് വെറും ഒരു യുനോ ഒന്നും തന്നെ ശൂന്യതയിലോട്ട് തന്നെ ആയിരിക്കും പോകാൻ പോകുന്നത്, ഒന്നും തന്നെ കാണത്തില്ല, ഇങ്ങനൊക്കെ ആന്റി പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് വിശ്വാസത്തിൽ വന്ന സമയമായിരുന്നു. അന്ന് ഞാൻ തിരിച്ച് എൻ്റെ പ്രെയർ റൂമിൽ പോയിട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവെ, ഞാൻ ഈ ഒരു തീരുമാനം എടുത്ത്, കർത്താവെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ അന്ന് കണ്ണുനീരോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഓർത്ത്, ഓക്കെ, ആന്റി ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത്, എൻ്റെ ലൈഫ് ചിലപ്പം ഈ ബാക്കിയുള്ളവരെ പോലെ അത്രയൊന്നും കാണത്തില്ലായിരിക്കും, ചിലപ്പോ ഒരു ജോലി പോലും കിട്ടത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇപ്പം 20 വർഷം മേളിലായി, ഗോഡ് റീറോട്ട് മൈ ഡെസ്റ്റിനി. ദൈവം അത്ഭുതമായിട്ട് ഭയങ്കര വലിയ ഗ്ലോബൽ കമ്പനീസിൽ തന്നെ ഭയങ്കര സീനിയർ പൊസിഷൻ പലയിടത്തും ദൈവം അങ്ങനത്തെ ഒരു നിയോഗം, അങ്ങനത്തെ ഒരു പല വലിയ വലിയ ആൾക്കാരായിട്ട് സംസാരിക്കാനും ആ ഒരു ഗ്രേസും കൃപ തന്നപ്പം, പലപ്പോഴും ഈ ഒരു അനുഭവത്തിൽ കൂടെ ഒക്കെ ചില കമ്പനീസിൽ ഞാൻ അവിടുത്തെ കോറിഡോഴ്സിലൊക്കെ നടന്നപ്പം ഞാൻ ഈ ആന്റി പറഞ്ഞ വാക്കുകൾ ഓർക്കും. അന്ന് ഈ ആന്റി ഈ വാക്ക് പറഞ്ഞല്ലോ, പക്ഷെ ദൈവം എത്ര അത്ഭുതമായിട്ടാണ് ആ ഫുൾ ഡെസ്റ്റിനി തന്നെ മാറ്റിയത്. ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ അവസ്ഥകൾ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അവസ്ഥകൾ മാറുന്നതിന് മുമ്പേ ദൈവം പറയുന്ന ആ വ്യവസ്ഥ പ്രകാരം നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ അവസ്ഥകൾ ഓട്ടോമാറ്റിക്കലി മാറാൻ തുടങ്ങും. അത് പല പല ഘട്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നടത്തിയ വിധങ്ങൾ ഈ ഒരു വർഷത്തിന്റെ ഉള്ളില് പല പ്രയാസക്കൂടെ ഒക്കെ പോണ്ടി വന്നു. എനിക്ക് കുറെ ഹെൽത്ത് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഹെൽത്ത് ചാലഞ്ചസിൽ ആണ് വേറൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നത്. ഞാൻ എൻ്റെ ഈ കറന്റ് പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്ത്. ബാങ്കിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു ദിവസം ഞാൻ കഴിഞ്ഞ വർഷം ഒരു മാർച്ച് ഏപ്രിൽ സമയമായിരുന്നു, ഒരു ദിവസം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നില്ലായിരുന്നു, മൂവ്മെന്റ് ഇല്ലായിരുന്നു. ടോട്ടലി നമ്മായി പോയൊരു അവസ്ഥയാണ്. ആദ്യം ഞാൻ ഓർത്തു ഒരു മസിൽ ക്യാച്ച് ആയിരിക്കും, വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. പക്ഷെ അന്ന് രാത്രി പെയിൻ കില്ലർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഈ പെയിൻ കുറയുന്നില്ല. പിറ്റേ ദിവസം ഞാൻ പിന്നെയും ഓഫീസിൽ പോയി ഇതേ പെയിൻ കൊണ്ടാ പോയത്. പിന്നെ ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ ആസ്റ്റർ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വന്നു, അവിടുത്തെ എമർജൻസി പോകേണ്ടി വന്നു. എല്ലാം നോക്കി എല്ലാം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് ആ ടെന്നിസ് എൽബോ ഇഷ്യൂ ആണ്, പിന്നെ സ്വെല്ലിംഗ് ആയിട്ടുണ്ട്, ആൻഡ് യു ഹാവ് ടു ഗോ ത്രൂ ദ ഫിസിയോതെറപ്പി നൗ, ആൻഡ് എക്സ്റേയും പല ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഫിസിയോതെറപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വേദന കുറയുന്നുമില്ല, എനിക്ക് കൈ ഒട്ടും പൊക്കാനും പറ്റുന്നില്ല, ഒരു കാര്യവും ചെയ്യാനും പറ്റുന്നില്ല, ഒരു വല്ലാത്ത അവസ്ഥ കൂടെ ആ 3-4 മാസം ഇങ്ങനെ പോയിക്കൊണ്ട്. എന്നിട്ട് ഇഷ്ടംപോലെ മെഡിസിൻസും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു, ഐ തിങ്ക് യുവർ നെർവ്സ് ആർ ഓൾസോ ഗെറ്റിംഗ് ഇഞ്ചേർഡ്, സോ ഇൻ ദിസ് കേസ് വി നീഡ് ടു go through a deeper MRI or CT scan to see what exactly is causing the problem. അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് വളരെ വിഷമത്തോടെ ഞാൻ തകർന്നു പോയി. അന്ന് ഞാൻ തിരിച്ചു വന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. എനിക്ക് ഈ MRI സ്കാനും CT സ്കാനിൽ ദൈവമേ എനിക്ക് ആ ഒരു ലെവലിലോട്ട് എനിക്ക് പോകണ്ട. എന്നിട്ട് എൻ്റെ കബോർഡിലുള്ള സകല മെഡിസിൻസും ഞാൻ മാറ്റി വെച്ച് ദൈവസന്നിധിയിൽ ഞാൻ കരഞ്ഞെല്ലാം പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള നാളുകൾ ഓട്ടോമാറ്റിക്കലി ദ ഹീലിംഗ് വാസ് ഹാപ്പനിങ് വിത്തൗട്ട് ടേക്കിംഗ് എനി മെഡിസിൻസ് ആഫ്റ്റർ ദാറ്റ്.
പിന്നെ ദൈവം അത്ഭുതമായിട്ട് ആ കൈക്ക് തന്നെ സൗഖ്യം കൊടുത്തു, ബലവും കൊടുത്തു. ആൻഡ് ഇന്ന് ഞാൻ ആ കൈ നോക്കുമ്പോ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ നോക്കുമ്പോ എന്നും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ബിക്കോസ് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. മൊത്തത്തില് നന്നായി ഒരു പാരലൈസ്ഡ് ഒരു അവസ്ഥ കൂടായിരുന്നു. ഇപ്പൊ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, മൂവ്മെന്റ്സ് ഇല്ല. അങ്ങനത്തെ വളരെ ഒരു പെയിൻഫുൾ ടൈമിൽ നിന്നായിരുന്നു ദൈവം അത്ഭുതമായിട്ട് ആ വിടുതൽ തന്നത്. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആ കഴിഞ്ഞ ഒരു വർഷം പല സമയത്തും എന്റെ വിശ്വാസ ശോധന കൂടെ പോയ സമയങ്ങളൊക്കെ ചില ചിലപ്പോ നമ്മുടെ ചില അറിയുന്ന ചിലപ്പോൾ വിശ്വാസികളായിരിക്കും ചില വാക്കുകൾ പറയുന്നത് നമ്മളുടെ വിശ്വാസം മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും. ചിലപ്പോൾ നമ്മളെ എൻകറേജ് ചെയ്യുന്നതല്ലായിരിക്കും, നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന, നമ്മളുടെ ഫെയ്ത്ത് തന്നെ ചാലഞ്ച് ചെയ്യുന്ന സമയങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒക്കെ ദൈവം അത്ഭുതമായിട്ട് എന്നെ നിലനിർത്തി. ദൈവം ഇത്ര അത്ഭുതമായിട്ട് നടത്തി. ഇപ്പം കറന്റ്ലി ദൈവം എന്നെ യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ബേസ്ഡ് ഒന്നും അല്ല, പക്ഷെ ദൈവം കൊണ്ടുവരുന്ന ആത്മാക്കൾ അവരെ കോംപ്ലക്സ് സിറ്റുവേഷൻസ് നിന്ന് അവരെ വിശ്വാസം പ്രമാണിച്ച് അവരെ ഗൈഡ് ചെയ്യാനും കൗൺസിൽ ചെയ്യാനും മെന്റർ ചെയ്യാൻ ആ ഒരു ശുശ്രൂഷയിൽ ആ ദൈവം എന്നെ നയിക്കുന്നത്. ദൈവം അത്ഭുതമായിട്ട് ഇത്രത്തോളം നടത്തി. ഇപ്പം കുടുംബമായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ബ്രദറും സിസ്റ്ററും ബോൺ അഗെയിൻ എക്സ്പീരിയൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മമ്മിയുടെ കുറെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഒക്കെ അവരെല്ലാം ബെന്തിക്കോസ് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ പപ്പായും മമ്മിയും ഈ പറഞ്ഞ പോലെ സുശേഷമൊക്കെ കേൾക്കാനും ആഗ്രഹമുള്ള ദൈവം ഓരോരുത്തരെ ഓരോരോ സമയത്ത് ദൈവം അത്ഭുതമായിട്ട് നടത്തി. ഇത്ര വർഷത്തിന്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച് പറയാനുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ ഞാൻ ഷോർട്ടായിട്ട് പറയാൻ, ദൈവം അത്ഭുതമായിട്ട് ഇത്രത്തോളം നടത്തി. ദൈവം വൻ കാര്യങ്ങൾ ചെയ്തു. ആൻഡ് ഓൾ ഗ്ലോറി ടു ഹിം. ആൻഡ് ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ദൈവം ആയുസ്സും ആരോഗ്യം തന്നു. പലവരുടെ അടുത്ത് പല സമയത്ത് ഇപ്പം വേദനിപ്പിച്ച ആൾക്കാരുടെ അടുത്ത് അതായിരുന്നു വേറെ ഒരു ട്രാൻസ്ഫോർമേഷൻ. എൻ്റെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആൾക്കാരുടെ അടുത്തായിരുന്നു ദൈവം എനിക്ക് അങ്ങനത്തെ ഒരു ശുശ്രൂഷ തന്നെ അവരുടെ അടുത്ത് തന്നെ സുവിശേഷം പറയാൻ, അവരെ തന്നെ രക്ഷയിലോട്ട് കൊണ്ടുവരാൻ. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ബിക്കോസ് മാനുഷ്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വേദനിപ്പിച്ച ആൾക്കാരുടെ അടുത്ത് നമുക്ക് വർത്താനം പോലും പറയാൻ തോന്നത്തില്ല. പക്ഷെ ദൈവം എന്നെ മോൾഡ് ചെയ്ത് ആ ഒരു സാന്റിഫിക്കേഷൻ പ്രോസസ്സിൽ കൂടെ ക്ഷമിക്കാനും മറ്റുള്ളവരുടെ അടുത്ത് അവർ കാണിക്കുന്ന പോലെ അല്ല നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലുള്ള മനോഭാവമായിരിക്കും നമ്മളുടെ ലൈഫിൽ വരുന്നത്, നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ശുശ്രൂഷയെ കൂടെ ദൈവം നയിച്ചപ്പം ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെർമൺ ഇസ് ഫ്രം വാട്ട് അക്സ പീറ്റർസൺ പ്രീച്ചേഴ്സ്. അപ്പം അക്സ പീറ്റർസന്റെ ലൈഫിൽ നിന്ന് പല അനുഭവങ്ങൾ എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ഗുഡ് ഫ്രണ്ട്സും കൂടാണ്. വി ആർ വെരി ഗുഡ് സ്പിരിച്വൽ ഫ്രണ്ട്സ് ഓൾസോ. ആൻഡ് സിസ്റ്ററിന്റെ പല അനുഭവങ്ങൾ ആ ദൈവാത്മാവ് നടത്തുന്ന വിധങ്ങൾ ദൈവം എത്രയോ അത്ഭുതമായിട്ട് നടത്തിയത്. അതില് ഒരു ടെസ്റ്റിമണി എനിക്ക് പറയാനുള്ള ഈ വർഷം നടന്നത്, ഞാൻ എൻ്റെ പഴയ കമ്പനി ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തപ്പം അതൊരു ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഈ ഷിഫ്റ്റ് ഡ്യൂട്ടി വന്നപ്പോ എനിക്ക് ഇവിടത്തെ ഫ്രൈഡേ സാറ്റർഡേ ആണ് അവധി സാധാരണ കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് ഫ്രൈഡേ കിട്ടും. അപ്പൊ എനിക്ക് ഈ ഷിഫ്റ്റ് ഡ്യൂട്ടി വന്നപ്പോ ഈ ഫ്രൈഡേ സാറ്റർഡേ വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഓൺലൈൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. അത് കോവിഡ് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ മീറ്റിംഗ്സിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് അവസരങ്ങൾ ഉള്ളായിരുന്നു ബിക്കോസ് ഓഫ് ദ ഷിഫ്റ്റ് ഡ്യൂട്ടി. ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് ഈ ഒരു കൈയുടെ ഈ ഒരു അനുഭവത്തിന് ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ആത്മീയ ആരാധന അല്ലെങ്കിൽ വചനം പറയുന്ന ഒരു നല്ല ഒരു ചർച്ചുമായിട്ട് കണക്ട് ആകാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി സമയങ്ങൾ മാസങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഈ വർഷം ഒരു ജൂലൈ 5 തീയതിക്ക് ഞാൻ ഒരു ഇവിടത്തെ ബഹ്റിൻ ടൈം ഒരു 9:30 ഞാൻ ഒരു സെർമന് കേൾക്കാൻ ഇങ്ങനെ ഓൺലൈൻ ഇങ്ങനെ ലോഗിൻ ചെയ്തപ്പോൾ അന്നേരം അക്സ പീറ്റേഴ്സിന്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. സെക്കൻഡ് ഫ്രം ദ ബുക്ക് ഓഫ് സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 7 വേഴ്സ് 1 to 3.
ആ സമരിയ പട്ടണത്തിൽ ഒരു രീതിയിൽ ഒരു സാധ്യമില്ലാത്ത ഒരു സമയമായിരുന്നു. അന്നേരം എലീജ പ്രവാചകൻ അവിടെ പ്രവചിച്ചത്, നാളെ ഈ സമയത്ത് ആ ഗോതമ്പും ആ സെയം എല്ലാ ആ ഒരു അനുഭവം ആ ദേവദാസൻ ആ ഒരു പ്രൊഫസൈസ് ചെയ്തപോലെ. അന്നേരം സിസ്റ്റർ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു 3-4 തവണ ദൈവാത്മാവ് ഇങ്ങനെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, നാളെ ഈ സമയത്ത് നിങ്ങൾ ഏത് വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വിടുതൽ നിങ്ങൾ കാണും. അപ്പൊ ഞാൻ ഈ ചർച്ച് വിഷയം ഓർത്ത് അന്നേരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് ജൂലൈ 5th നൈറ്റ്, ഇവിടത്തെ 9:30 ടൈം. അപ്പൊ ഞാൻ ഓർത്ത്, നാളെ ഈ സമയത്ത്, അപ്പൊ നാളെ ഈ സമയത്ത് 9:30ക്ക് ഒരു അത്ഭുതം നടക്കാൻ ഒരു ചാൻസ് ഇല്ല. ബിക്കോസ് ഇത്രയും നാള് ഞാൻ ഒരു ആത്മീയ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ അത് കണ്ടില്ല. ഞാൻ പോയിട്ടുണ്ട് ചർച്ചസിലേക്ക്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെ ഞാൻ പ്രാർത്ഥിക്കുന്ന ആത്മീയ അനുഭവമുള്ള ചർച്ച എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അന്നേരം പിറ്റേ ദിവസം ഞാൻ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ ബാംഗ്ലൂരിലുള്ള പാസ്റ്ററിന്റെ കോണ്ടാക്റ്റും ഡീറ്റെയിൽസ് ഒത്തിരി വർഷമായി, എന്നാൽ ഈ പാസ്റ്റർ അങ്കിളിന് ഞാൻ ഒരു ഇമെയിൽ അയക്കാം. രാവിലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇമെയിൽ അയച്ചു. ആ സഭയിൽ വരുന്ന വേറെ ഒരു വിശ്വാസിക്ക് ഞാൻ ഇമെയിൽ അയച്ചു. ഇമെയിൽ അയച്ചിട്ട് ഉച്ചവരെ അത്ഭുതം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, ദൈവം പറഞ്ഞ് നാളെ ഈ സമയത്ത്, അപ്പൊ ജൂലൈ 5th കഴിഞ്ഞു, 6th 6th ഉച്ച വരെ ഒരു 3 മണി വരെ അത്ഭുതം ഒന്നും കാണുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, ദൈവം ഈ ഒരു കാര്യത്തില് ദൈവം ഒരു വിടുതൽ ചെയ്യാൻ പോവാന്ന്. ഒരു 4 മണി ആയപ്പോഴത്തേക്ക് നമ്മളുടെ ചർച്ചിന്റെ ഒരു ലീഡറിനായിരുന്നു ഞാൻ അന്ന് ഇമെയിൽ അയച്ചു. ആ ബ്രദറും ഫാമിലി കാനഡയില. അവര് പെട്ടെന്ന് ഇത് ഇമെയിൽ അവര് നോക്കിയപ്പോഴത്തേക്ക് എന്റെ ഇമെയിൽ കണ്ടപ്പോ അവര് പെട്ടെന്ന് റിപ്ലൈ ചെയ്തു. എന്നിട്ട് പാസ്റ്റർ അങ്കിളുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നു. ഏറ്റവും അത്ഭുതമായിട്ട് നടന്നത് എന്തുവാ, പാസ്റ്റർ അങ്കിളുടെ ഡീറ്റെയിൽസ് തന്നപ്പോ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. പാസ്റ്റർ അങ്കിൾ ഇവിടെ ബഹ്റിനിൽ തന്നെ ഉണ്ട്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഇതേ പാസ്റ്റർ അങ്കിളുടെ പള്ളിയിലായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം പാസ്റ്റർ അങ്കിൾ ഞാൻ പെട്ടെന്ന് മെസ്സേജ് ചെയ്തു, വിളിച്ചു. പാസ്റ്റർ അങ്കിൾ അന്ന് ആ ഒരു സൺഡേ ആയിരുന്നു. പാസ്റ്റർ അങ്കിൾ പെട്ടെന്ന് പറഞ്ഞു, ഇന്ന് വൈകിട്ട് നമ്മളുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്, ഐ വോണ്ട് യു ടു കം ഫോർ ദ മീറ്റിംഗ്. അങ്ങനെ ആ മീറ്റിംഗിൽ പോയപ്പം പിറ്റേ ദിവസം 9:30 സമയത്ത് ഞാൻ ആ ആരാധന ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോ അന്നേരം ഞാൻ ഓർത്ത്, ദൈവം പറഞ്ഞ ആ വചനം, ആ എലൈജ ആ ഒരു പ്രവചനം പോലെ നാളെ ഈ സമയത്ത് നിങ്ങൾ ഏത് വിഷയത്തിന്റെ നടുവിലായിരിക്കും, ആ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. പിറ്റേ ദിവസം 9:30 സമയത്ത്, ഇവിടത്തെ ലോക്കൽ 9:30 സമയം, ഞാൻ ആ പ്രയർ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ദൈവം അത്ഭുതമായിട്ട് ആ ഒരു ചർച്ചുമായിട്ട് കണക്ട് ആയി. ഇപ്പം കുറെ മാസങ്ങളായി അവിടെ തന്നെ പോകുന്നു. ദൈവം അത്ഭുതമായിട്ട് ആത്മീയമായിട്ട് നമുക്ക് ആ ഒരു ദൈവവചനം കേൾക്കാനും ആത്മീയമായിട്ട് വളരാനുള്ള പല നല്ല പ്ലാറ്റ്ഫോംസും ദൈവം പിന്നെ തന്നതായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെ പല നല്ല ഹീലിങ്സും ഡെലിവറൻസും പല പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം അത്ഭുതമായിട്ട് ഇത്രത്തോളം നടത്തി. ആൻഡ് ഈ കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറയാനുള്ളത്, ദൈവം ചെയ്ത് വൻ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ എത്ര വേദന കൂടെ പോയി കഴിഞ്ഞാലും നമ്മൾ ദൈവം നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ നമ്മൾ തിരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതി പോലെ നമ്മൾ ആ വ്യവസ്ഥ പ്രകാരം നടക്കുമ്പം ദൈവത്തിന് വേണ്ടി നല്ലൊരു പാനപാത്രമായിട്ട് മാറാനും ദൈവത്തിന്റെ ഫലങ്ങൾ നമ്മളുടെ ലൈഫിൽ അത് വരാനുള്ള യുനോ കൃപയും ബലം ദൈവം തരും. പക്ഷെ അതിന്റെ നടുവിൽ നമ്മൾ ഒത്തിരി ശോധന കൂടെ പോകേണ്ടി വരും. ഒരു സാധാരണ വ്യക്തി പോകുന്ന പോലെ അല്ലായിരിക്കും നമ്മളുടെ ലൈഫിൽ. ചിലപ്പം പലരും എന്റെ ലൈഫ് നോക്കിയിട്ട് പറയും, ഓ നിന്റെ ലൈഫ് നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തോ കിട്ടി, അവരുടെ ലൈഫ് കണ്ടില്ല, അവർക്ക് പ്രൊമോഷൻ ഉണ്ട്, അവര് വീട് വാങ്ങിക്കുന്നുണ്ട്, കാറുണ്ട്, അവര് പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഇങ്ങനൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനായിരിക്കും നമ്മളുടെ ലൈഫ്. പക്ഷെ ദൈവം നമ്മൾ ഓരോരുത്തരെ വിളിക്കുക ഒരു യുണീക്നെസ് ഉണ്ട്. ദൈവത്തിന് അറിയാം നമ്മൾ ഓരോരുത്തർ എന്തായി തീരാന്. ദൈവത്തിന് അറിയാം നമ്മളെ കുറിച്ച് ആ പർപ്പസ് ഇല്ലാതെ നമ്മളെ ദൈവം വിളിച്ചിട്ടും ഇല്ല. ഓരോരുത്തർക്ക് അവരവരുടെ ലൈഫിൽ നിന്ന് വരുന്ന അനുഭവങ്ങൾ ഇന്നായിരിക്കും ആ പർപ്പസ് വരുന്നത്.
ആ പർപ്പസിലോട്ട് ദൈവം നമ്മളെ നയിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ആ മൂന്നാമത്തെ ദൂതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവററ്റ് ദൈവാലോചന ദൂത്. ടു ബി ഹിഡൻ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ടു സീ ഹിസ് ഗ്ലോറി. അപ്പം പല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ദൈവപ്രവൃത്തി നടക്കുമ്പം ഈ പണ്ടത്തെ ആ ഒരു 9-ാം വയസ്സിൽ അനുഭവിച്ച ആ ട്രാൻസ്ഫോമിങ് പവർ ഞാൻ പിന്നെ അവരുടെ ലൈഫിലൊക്കെ കാണാൻ പറ്റിയത്. പിന്നെ അവരുടെ ലൈഫിൽ വന്ന കാര്യങ്ങൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ ഞാൻ അന്ന് ഓർക്കും, ദൈവമേ എന്നെ ഇതിലെ കൂടെ ഒക്കെ പല ചാലഞ്ചസിൽ കൂടെ എന്നെ കടത്തി വിട്ടുകൊണ്ടല്ല എനിക്ക് ഇന്ന് ഈ ദൈവപ്രവൃത്തി കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ദൈവം ആരാന്ന് ഇത്ര ആ തീഷ്ണരോടെ എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനും നിലനിൽക്കാനും പറ്റത്തില്ല. പലപ്പോഴും ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം പതറി പോവുകയാണ്, ഇൻക്ലൂഡിങ് ബി. ചില സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കും, ദൈവമേ ഞാൻ വിളിക്കുന്ന ആണെങ്കിലും എന്നാലും ഈ സിറ്റുവേഷൻ മാറുന്നില്ലല്ലോ. പക്ഷെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, ഈവൻ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്. അത് പലപ്പോഴും അക്സ പീറ്റർസൺ പറയുന്ന ഒരു വാക്ക് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട്. പല സെർമൺസിൽ പുള്ളിക്കാരി എടുത്തു പറയുന്നത്, ദ ലാസ്റ്റ് മിനിറ്റ് ഇസ് ഫോർ ഗോഡ്. ഹല്ലേലൂയ. നമ്മളുടെ ലൈഫിൽ ഇപ്പം 1 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ ലാസ്റ്റ് 1 മിനിറ്റ് അത് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ. നമ്മൾ ആ ഫുൾ 1 അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ആ ലാസ്റ്റ് മിനിറ്റ് നമ്മളുടെ വിഷയം എന്തോ ആയിക്കോട്ടെ, എത്ര കൊടുങ്കാറ്റുകളായിക്കോട്ടെ, തിരുമാലകളായിക്കോട്ടെ, എത്ര വലിയ മൗണ്ടൻ ആയിക്കോട്ടെ, പക്ഷെ ആ ലാസ്റ്റ് മിനിറ്റ് ദൈവപ്രവൃത്തി നടന്നിരിക്കും. നമ്മൾ വിശ്വാസത്താൽ നമ്മൾ അത് യുനോ വിശ്വാസത്താൽ നമ്മൾ അത് ഏറ്റു പറയണം. അല്ലാതെ ഒരു നെഗറ്റീവ് ആയിട്ടല്ല പറയേണ്ടത്. എപ്പോഴും നമ്മൾ ആ ഒരു ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്ന ചില വചനങ്ങൾ നമ്മൾ പിന്നെയും പിന്നെയും പിന്നെ അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. അല്ലാതെ ജസ്റ്റ് വായിച്ചു വിടുന്നതല്ല. പലപ്പോഴും നമ്മളൊക്കെ പെട്ടെന്ന് ഒരു റിച്വൽ ആയിട്ട് നമ്മൾ വായിച്ചു വിടുന്നുണ്ട്. പക്ഷെ ഓരോരോ വാക്കുകൾ ഒത്തിരി അർത്ഥമുണ്ട്. നമ്മൾ ജീവിതമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അനുഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും ദൈവവചനത്തിൽ നിന്ന് ഒരു കാര്യം. അന്നേരം എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച് ഇത്ര വർഷത്തിന്റെ ഇടയ്ക്ക് ഫൊർഗിവ്നെസ്സിനെ കുറിച്ച്, ഫൊർഗിവ്നെസ് ആൻഡ് ദി അഗാപ്പെ ലവ് ഓഫ് ഗോഡ്. ഇത് വളരെ ഒരു ഡീപ്പ് സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ ഓർത്തു ആദ്യം തുടക്കത്തിലൊക്കെ ഞാൻ ഓർത്തു ഫൊർഗിവ്നെസ് നമ്മൾ ദൈവവചനം പറയുന്ന അനുസരിച്ച് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ട് യു ബ്ലെസ് ദം, അതൊക്കെ ആയിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ we will be broken. Hallelujah. It is not easy. It is not easy to forgive someone who has hurt you. അതില് എനിക്ക് ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ വേറൊരു ഒരു ചർച്ച് ഫ്രണ്ട് ആയിരുന്നു. പുള്ളിക്കാരി ഒരു സമയത്ത് ഒത്തിരി ദ്രോഹം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് ഒരു 20 വർഷം മുമ്പേ ആ വ്യക്തിക്ക് വേണ്ടി അതിശക്തമായിട്ട് ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ നീഡ് യു ടു പ്രേ ഫോർ ഹെർ. അപ്പൊ ഞാൻ എന്ത് ചെയ്താ വിട്ടുകൊടുക്കുന്നില്ലായിരുന്നു. ആ ഒരു വിഷയം വരുമ്പോ ഞാൻ പറഞ്ഞു, ഈ സിസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എന്ത് വന്നാലും എനിക്ക് ക്ഷമിക്കാനും പറ്റുന്നില്ല, ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ദൈവാത്മാവ് അതിശക്തമായിട്ട് ഒരു പ്രേരണ തന്നു, നോ യു നീഡ് ടു പ്രേ ഫോർ ഹർ. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നത്. 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ ശേഷം ഞാൻ അറിഞ്ഞത് ആ സിസ്റ്റർ ആ 2 വർഷം കൊണ്ടാണ് കർത്താവിനെ സ്വന്തം രക്ഷിതായിട്ട് സ്വീകരിച്ച് കുടുംബമായിട്ട് അവര് സ്നാനപ്പെട്ട് ദൈവസന്നിധി വന്നത്. പുള്ളിക്കാരി ഇന്ന് വളരെ നല്ല ഒരു സോങ് റൈറ്ററും, പാട്ടുപാടാനും, പ്രെയർ വാറിയറും, പലരും ആശ്വസിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു മിനിസ്ട്രിയിലോട്ട് തന്നെ പുള്ളിക്കാരിനെ നയിച്ചത്. അന്നേരം ദൈവാത്മാവ് എൻ്റെ അടുത്ത് പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞു, this is why I told you to pray for her continuously, because I knew the calling for her. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഒരു സ്പിരിച്വൽ ബേർഡൻ തരുമ്പോൾ നമ്മൾ എന്തോത്തിന് ഈ വ്യക്തിക്ക് വേണ്ടി ഇത്ര തീഷ്ണയോടെ എന്തോത്തിന് പ്രാർത്ഥിക്കാം. അതും ചിലപ്പം നമ്മളൊരു ശത്രു ആയിരിക്കും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയത്തില്ല ദൈവം എങ്ങനെയാണ് ആ സിറ്റുവേഷൻ മാറ്റാൻ പോകുന്നത്. നമ്മൾ എതിർത്ത് നിന്ന ആ വ്യക്തികൾ തന്നെ പിന്നെ ഒരു സമയത്ത് അവരുടെ കൂടെ നമുക്ക് ഒരു സാക്ഷ്യം കേൾക്കാനും അവർക്കും നല്ല ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ എക്സ്പീരിയൻസസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള നല്ല അവസരങ്ങൾ കൂടാണ്. അപ്പൊ എനിക്ക് എൻകറേജ് ചെയ്യാനുള്ളത്, നമ്മുടെ ലൈഫിൽ വരുന്ന ഏത് അവസ്ഥകളായിക്കോട്ടെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം നമ്മളെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ ദൈവമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. പിന്നെ നമ്മളെ
ഇറ്റേണിറ്റിയിലോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻ കൂടാണ് ഈ ഒരു പല അനുഭവത്തിൽ കൂടെ ദൈവം നമ്മളെ നയിക്കുന്നത്. സോ ഇത് പറഞ്ഞ് ഐ എം ജസ്റ്റ് സേയിങ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഈ നല്ലൊരു സമയം തന്നതായി പാസ്റ്ററിനോടും കുടുംബത്തിലോടും പിന്നെ അറോമ ടിവിക്കും എല്ലാവരോടും പിന്നെ എൻ്റെ പ്രേക്ഷകർക്കോട് ഈ നല്ല സമയം എനിക്ക് തന്നതായി ഞാൻ നന്ദി അറിയിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ദൈവം ഈ നല്ല സമയമായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ പാസ്റ്റർ അങ്കിളും ഫാമിലി അറോമ ടിവിയിൽ ഈ ഉള്ള പ്രേക്ഷകർ എല്ലാം ഓർത്ത് ഞാൻ ദൈവനാമത്തെ നന്ദി കരയേറ്റുന്നു. കർത്താവെ ഇത്ര നല്ല സമയം നമുക്കെല്ലാം തന്നതിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇത്രത്തോളം നമ്മളെല്ലാം കൊണ്ടുവന്നു. ദൈവത്തെ ഇത്രത്തോളം നമുക്ക് സേവിക്കാനുള്ള വൻ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപയും ബലവും നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ഏറ്റവും കൂടുതൽ രുചിച്ചറിയാനുള്ള അവസരങ്ങൾ നമുക്കെല്ലാം നൽകിയെന്ന് സ്തോത്രം ചെയ്തു. And ഈ സമയത്ത് കർത്താവേ I pray for the viewers over here, Lord. Hallelujah. Touch their lives, Lord. Whatever they are going through, Lord. Hallelujah. Let your power, let your deliverance be there upon their lives, Lord. Lord, let there be breakthroughs in every area that they are going through. Hallelujah. The things that they feel is impossible, Lord. Hallelujah. ദൈവത്തിന്റെ അതിശക്തമായിട്ട് കരം അവരുടെ ആ വിഷയത്തിന് മേൽ Hallelujah. Like it is written in 2 Kings chapter 7 verse 1 to 3. നാളെ ഈ സമയത്ത് അവർ വേദനിക്കുന്ന ഏത് വിഷയം ആയിക്കോട്ടെ Hallelujah. ദൈവത്തിന്റെ വൻകരങ്ങൾ ദൈവപ്രവൃത്തി അവരുടെ ലൈഫിൽ നിറവേറാൻ ഉള്ള അവസരങ്ങളും ഡെലിവറൻസും കർത്താവേ ആരെങ്കിലും പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു ശുശ്രൂഷ എന്നെ കാണുമ്പോൾ കർത്താവിന്റെ അത്ഭുത ശക്തി അവരുടെ ലൈഫിൽ, അത് രോഗമായിക്കോട്ടെ, ഫാമിലി പ്രോബ്ലംസ് ആയിക്കോട്ടെ, ജോലിയുടെ വിഷയം ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഏത് നിലയിലുള്ള വിഷയങ്ങളായിക്കോട്ടെ, എന്നാൽ അതിശക്തമായിട്ട് ദൈവ പ്രവൃത്തി അവരുടെ ലൈഫിൽ നടക്കാനുള്ള പ്രാർത്ഥനയും കർത്താവ് ഈ സമയത്ത് Lord, I surrender everything into your hands and let your deliverance and guidance be there, Lord. Once again, Lord, കർത്താവ് ഈ നല്ല സമയം തന്നയായി സ്തോത്രം ചെയ്യുന്നു, Lord. Thank you once again for hearing our prayers and bless each one of them, Lord. All this I ask in your holy name. Amen. ആമേൻ. താങ്ക് യു പ്രിയ ജെയ്സി സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദുബായിൽ ജനിച്ച് വളർത്തപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിലും ഒക്കെയുമായിരിക്കുന്ന പ്രിയ സിസ്റ്ററിന് മലയാളം വേണ്ടതുപോലെ വശമില്ലെങ്കിൽ പോലും ആ ഒരു മാതൃഭാഷ എന്ന നിലയിൽ ആ മലയാളം ഭാഷയിൽ സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിച്ചതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ ചില കാര്യങ്ങൾ രോമാ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സഹായിച്ചല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെയും ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി വരെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.